നമസ്കാരം. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി കൂടി നിൽക്കാൻ പോകുന്നു എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുമോ? CPM എന്ന പാർട്ടി തൊഴിലുറപ്പ് പദ്ധതിയെ കൂടി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് ഒരു പഞ്ചായത്ത് മെമ്പറാണ് അത്തരത്തിൽ ഒരു ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് ആരോപണമല്ല, അത് പ്രധാനമായിട്ട് പഞ്ചായത്ത് മെമ്പർ പറയുന്നത് ഈ ജനകീയ സദസ്സിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ നിർബന്ധപൂർവം കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകാൻ മടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകരുതെന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെ ഭീഷണിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആ മെമ്പർമാരുടെ കീഴിലുള്ള തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. അതുകൊണ്ട് ഇത് പുറത്തറിഞ്ഞാൽ അതല്ലെങ്കിൽ അത് പിന്നെ കേന്ദ്രത്തിൽ അറിഞ്ഞാൽ കേരളത്തിലെ ഈ തൊഴിലുറപ്പ് പദ്ധതി പോലും നിന്നുപോകും എന്നാണ് ആശങ്കപ്പെടുന്നത്. പല പാവപ്പെട്ട സ്ത്രീകളും അത് തന്നെയാണ് ആശങ്കപ്പെടുന്നത്. പല പഞ്ചായത്ത് മെമ്പർമാരും അങ്ങനെ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം ഇവിടുത്തെ പിന്നെ ഈ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കി, മാവേലി സ്റ്റോറുകൾ സാധനങ്ങളില്ല, പലപ്പോഴും റേഷൻ കടകൾ പൂട്ടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ പിന്നെ തീ വിലയാണ്. ഇതൊക്കെ കൊണ്ട് ജനങ്ങൾ ആകെ പൊറുതിമുട്ടുമ്പോൾ ആകെ ഒരു ആശ്വാസം എന്നത് ഈ തൊഴിലുറപ്പ് തൊഴിലും അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ്. അതും കൂടി പിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടിയാണ് CPM ശ്രമിക്കുന്നത് എന്ന ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ പിന്നെ രാജസദസ്സിലേക്ക്, ജനകീയ സദസ്സിലേക്ക് പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വിളിച്ച ഒരു പിന്നെ CDS ചെയർപേഴ്സണും അതല്ലെങ്കിൽ മറ്റൊരു പഞ്ചായത്തിലെ മറ്റൊരു മെമ്പറും അതുപോലെ സ്വന്തം മണ്ഡലത്തിലെ ഒരു മെമ്പറും തമ്മിലുള്ള രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഫോൺ സംഭാഷണം ഇതാ ഇങ്ങനെയാണ്. എന്റെ തൊഴിലുറപ്പ് സൈറ്റിൽ വന്ന് നിർബന്ധിച്ച് നിങ്ങളെ പാർട്ടി പരിപാടിക്ക് ആളിനെ വിളിച്ചോണ്ട് ഉദ്ദേശം എന്താണ്? ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. ഇന്നലെ അവിടെ ഉദ്യോഗസ്ഥർ AS ഉൾപ്പെടെ ചെന്ന് പറഞ്ഞു, വരണവരെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു, മാറ്റിന്റെ കൂടെ എഴുതി അയക്കാൻ പറഞ്ഞു. എന്റെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും നിങ്ങളെ പാർട്ടി പരിപാടിക്ക് വരണില്ല. ഇന്നിപ്പോ ഓമനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ലിസ്റ്റ് ഇടാത്ത എന്താന്ന് ചോദിച്ചെന്ന്. അതെന്തിനാ അങ്ങനെ പറഞ്ഞ? ഇന്നലെ അവര് പറഞ്ഞ അയച്ചു തരാന്ന് പറഞ്ഞു. അയക്കാൻ പറ്റൂല. ASന്റെ വീട്ടിൽ നിന്ന്, എന്റെ വീട്ടിൽ നിന്ന്, ബീനയുടെ വീട്ടിൽ നിന്ന് കേരള സർക്കാർ അല്ലല്ലോ തൊഴിലുറപ്പ് കൊടുക്കണ ആണോ? ആണെങ്കിൽ പറ, മറുപടി പറ. ബീന ശമ്പളം വാങ്ങിക്കണ ആരെ ശമ്പളം? ബീന പഞ്ചായത്തിൽ ഇരുന്ന് ശമ്പളം വാങ്ങിക്കണത് ആരെ ശമ്പളം? പറയണ്ട. ഇന്നലെ സെക്രട്ടറി ആയിരുന്നാലും ആരായിരുന്നാലും എല്ലാരും കൂടെ അവിടെ ചെന്ന് പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ വീഡിയോ പിടിച്ചങ്ങ് അയച്ചു കൊടുത്താലേ ഈ ഇവിടെ കേരളത്തിലെ തൊഴിലുറപ്പും കൂടെ നിർത്തും നിങ്ങൾ ഈ കണക്കിന് പോവേണമെങ്കിൽ. പാവങ്ങളെ തൊഴിലുറപ്പ് നിർത്താനായിട്ടാണ് നിങ്ങൾ ഒരുങ്ങണം. ഈ കേരളത്തിലെ ഞാൻ പറയട്ടെ, ഒരു നിമിഷം പറഞ്ഞോട്ട്. ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ തെണ്ടുന്നു. അവർക്ക് കറണ്ട് ബില്ല്, വീട്ടുകാരം, വെള്ളക്കരം, വീടിനൊരു പെർമിറ്റ്, ഇത്രയും കാര്യങ്ങൾ ഇരട്ടി 4 ഇരട്ടി ആക്കിയിട്ട് സർക്കാർ ഒരു പിണറായിയും അങ്ങേരെ കുറെ ഗുണ്ടാളും കൂടെ നാട് നീളെ തെണ്ടി നടക്കണേന് നമ്മളെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ വിടണോ? കുടുംബശ്രീ പെണ്ണുങ്ങളെ വിടണോ? പാർട്ടിയിൽ അനുഭവമുള്ളവർ വരും. നമ്മളും പാർട്ടി പ്രവർത്തകരാണ്. നമ്മൾ പാർട്ടിക്ക് വേണ്ടി ആളിനെ ഇതേപോലെ ഭീഷണിപ്പെടുത്തിയൊന്നും കൊണ്ടുപോകണില്ല ഉദ്യോഗസ്ഥരെന്ന് ഇറക്കി. അതുകൊണ്ട് മേലാൽ എന്റെ പാർട്ടി ഇറങ്ങി കളിക്കരുത്. പറയണില്ല. ഇവിടെ ആരും. നമ്മൾ ഈ കേട്ടതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണക്കാരായ സ്ത്രീകളുടെ ഇടയിൽ ആകപ്പാടെ ഒരു വരുമാനമായ തൊഴിലുറപ്പ് പിന്നെ പദ്ധതിയും നിശ്ചലമാകുമോ, തീരുമോ? കാരണം ഇത് കേന്ദ്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ലാതാക്കുമോ എന്ന ഭയമാണ്. അത്തരത്തിൽ ഒരു പിന്നെ സംഭാഷണം തന്നെയാണ് ഇവർ തമ്മിൽ കേട്ടത്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യരുത് എന്നും ഈ ഒരു പഞ്ചായത്ത് മെമ്പർ ശക്തമായി തന്നെ ഈ ഫോണിലൂടെ ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം. എന്തായാലും എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു ജനകീയ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വളരെ കെങ്കേയമാകും. ഒരു പിന്നെ എന്തു പറയാം, നവകേരളം സൃഷ്ടിക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുവരുന്ന നവകേരളം ഈ തൊഴിലിനെയും കൂടെ തകർത്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ നവകേരളം അത് ഫലവത്തമാകുമോ? അത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്?